ഹായ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് നമ്മൾ പ്ലാൻ ബിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ടത്? എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാൻ ബി ഓപ്ഷൻസ്? ആൻഡ് ഷുഡ് യു ഡു യുവർ UPSC ആൻഡ് പ്ലാൻ ബി ടുഗെദർ? I'm Vinayak, you're watching UPSC Vault, and let's get started. I will keep it short. You should think about your plan B only after your second preparation or your third preparation, because first time നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി പാടില്ല what should be your plan B, because first time we should be entirely focused on what we are doing. Think about that. If you have another option or a backup plan, you would always have a tendency ടു സ്ലോ ഡൗൺ ഓർ ബാക്ക് ഓഫ്. കാരണം ഒരു സെക്കൻഡോ തേർഡ് അറ്റംപ്റ്റ് ആകുമ്പോഴേക്കാണ് നമുക്കൊരു സേഫ്റ്റി നെറ്റ് ഉണ്ടെങ്കിൽ വി കുഡ് ആക്ച്വലി യൂസ് ദാറ്റ്. ആൻഡ് എനിക്കറിയുന്ന അതുപോലെ നമ്മൾ കണ്ടുവരുന്ന പല ടോപ്പേഴ്സും ആക്ച്വലി സേഫ്റ്റി നെറ്റിലൂടെ കടന്നു പോയിട്ട് പിന്നീടാണ് ഈ പ്രിപ്പറേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് UPSC ക്ലിയർ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻ ബി ഓപ്ഷൻസ്? ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റേറ്റ് PSC എക്സാംസ് ആർ, കാരണം അതിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല. മേ ബി 5 or 6 വേക്കൻസീസ് ആയിരിക്കും. ആൻഡ് എൻറ്റയർ കേരളയിലുള്ള ആൾക്കാർ എന്തായാലും എഴുതും. സോ അതിന് നോക്കിയിരിക്കുന്നത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ യു ക്യാൻ ഓൾവേസ് അറ്റംപ്റ്റ്, ബിക്കോസ് വൈ ഷുഡ് യു ലെറ്റ് ഗോ ഓഫ് ദാറ്റ് ചാൻസ്? പക്ഷേ ഐ വുഡ് പ്രിഫർ യു ഗോ ഫോർ മോർ സെൻട്രൽ ലെവൽ എക്സാംസ്, ബിക്കോസ് UPSC പോലെ തന്നെ എല്ലാ കൊല്ലവും നടക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ മിക്ക കൊല്ലങ്ങളിലും പ്രോപ്പർ ടൈമിലാണ് അവരുടെ എക്സാംസ് നടന്നിട്ട് വേക്കൻസികൾ ഫില്ല് ചെയ്തിട്ട് പോകുന്നത്. സോ യു ഷുഡ് ഓൾവേസ് ഗോ ഫോർ ദാറ്റ് ഷുഡ് ബി യുവർ പ്ലാൻ ബി. UPSCയും പ്ലാൻ ബിയും ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരു കാരണവശാലും ഫസ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റിൽ കൊണ്ടുപോകരുത്. ഒരു തേർഡ് അറ്റംപ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് UPSC ചെയ്ത് ഒരു മയത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് പ്ലാൻ ബിക്ക് ഒരു 2 or 4 hours കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. കാരണം ആ സമയമാകുമ്പോഴേക്കും മാത്രമാണ് നിങ്ങൾ UPSCയുടെ പല സിലബസുകളും പല മാറ്ററുകളും ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് ടൈം റിവിഷനെങ്കിലും ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക. ഓക്കെ, ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ഈസ് UPSC പ്രിപ്പറേഷൻ ഇനഫ് ഫോർ പ്ലാൻ ബി? നെവർ. ബിക്കോസ് നമ്മൾ UPSCക്ക് പഠിക്കുന്നത് UPSCക്ക് വേണ്ടി പഠിക്കുന്നതാണ്. ഓൾ അതർ എക്സാംസ്, നോ മാറ്റർ വാട്ട് ഇറ്റ് ബി, ഇറ്റ് വിൽ ഓൾവേസ് റിക്വയർ യു ടു സ്റ്റഡി സംതിങ് മോർ. ഇപ്പോൾ SSC ആണെങ്കിൽ യു വുഡ് ഹാവ് ടു ഡു ക്വാണ്ട് മോർ, യു വുഡ് ഹാവ് ടു ഡു റീസണിങ് മോർ, യു വുഡ് ഹാവ് ടു ഡു ജനറൽ നോളജ് മോർ. കറണ്ട് അഫയേഴ്സ് അല്ലാതെ വരുന്ന ജനറൽ നോളജ് ചെയ്യണം. ഇപ്പം RRB ആണെങ്കിലും അതുപോലെ ഏതൊരു എക്സാം ആണെങ്കിലും, സെൻട്രൽ ലെവലാണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും, യു വുഡ് ഓൾസോ ഓൾവേസ് ഹാവ് ടു സ്റ്റഡി മോർ. സോ UPSC വുഡ് നെവർ ബി ഇനഫ് ഫോർ യു ടു ഹാവ് യുവർ പ്ലാൻ ബി. അത് എപ്പോഴും ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് പ്ലാൻ ബി ഇസ് നോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് എഴുതി കിട്ടാവുന്ന ഒരു പരീക്ഷയല്ല. കാരണം ആ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. Another last thing I would like to say is that bank exams might seem like a good idea. I felt that. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഔട്ട് ഫോർ എവ്രി വൺ. യു ഹാവ് ടു റിമെമ്പർ ദാറ്റ്. ഒരു 2-3 മോക്ക് എഴുതിയതിന് ശേഷം മാത്രം ട്രൈ ഔട്ട് ചെയ്യുക. അത് പറയാൻ കാരണം പലരും ഈ പറഞ്ഞ പോലെ ഒരു പേസിലൂടെ ഈ കോമ്പറ്റേറ്റീവ് ഗവൺമെൻറ് എക്സാംസ് പഠിച്ചതിന് ശേഷം പിന്നീട് ബാങ്ക് എക്സാംസിലേക്ക് പോകുന്നുണ്ട്. ഇഫ് യു ഫീൽ കംഫർട്ടബിൾ വിത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ വേ ദ ദി എക്സാംസ് ആർ ഡൺ, then only you should go for those. Otherwise you should skip those bank exams, because അത് വേറെ തന്നെ ഡിഫറെൻറ്റ് പ്ലേ ഗ്രൗണ്ട് ആണ്, നോട്ട് സംതിങ് we can easily get ourselves into. So that's it. It's a very short video because the topic is very short. You do not have to think twice. This is what you need. You have to remember this. The video ഒന്നും കൂടി ഒന്ന് ഓടിച്ച് ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. You will get more clarity. So that's it. Don't forget to like, subscribe and comment as always, and always ask questions, because that will give you clarity. Keep on studying. You got this. Bye. Take care.